അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മക്കള് കൈകള് രോഗമുള്ളിടത്തെല്ലാം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇടിമുഴക്കം പോലെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ശ്രുതികട ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്ത് കർത്താവേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. ശിരസ് മുതൽ കർത്താവ് ഉച്ച മുതലുള്ള കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അടിപ്പിട പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. ബ്ലോക്കുള്ളവരെ, കരരോഗികൾ, ഉദരരോഗികൾ, കുടലിന് അൾസറുള്ളവർ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മുതുകിന് വേദനയുള്ളവർ, നീതി കെട്ടിയിരിക്കുന്നവർ, കർത്താവ് ഡിസ്കുകൾ അകന്നിരിക്കുന്നവർ, പലതരത്തിലുള്ള വേദന ഉള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ സൗഖ്യം പ്രാപിക്കുന്ന കർത്താവ്. ത്വക്ക് രോഗങ്ങൾ, ചിരങ്ങ് രോഗങ്ങൾ, അതുപോലെയുള്ള എല്ലാ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നനയപ്പെരട്ടെ, കുതിരപ്പെരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ത്വക്ക് രോഗങ്ങൾ, ഞരമ്പിനുണ്ടാകുന്ന രോഗങ്ങൾ, വെയിൻസിനുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, സിസ്തുരോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ നിറയണമേ സൗഖ്യം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ശ്രുതികട ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു ജംഗ്ഷൻ കണ്ടില്ലേ, ഇത് വല്ലാത്തൊരു ജംഗ്ഷനാണ്. ഗൂഢമായ സങ്കടം കയറി തകർന്ന് തരിപ്പണമായ മനസ്സ്, അവള് സ്വയമായി കുഞ്ഞുങ്ങൾക്ക് ഉറക്കഗുളിക കൊടുത്ത് കുഞ്ഞുങ്ങളെ മരിച്ചു കഴിഞ്ഞിട്ട്, അപ്പോൾ എന്നിട്ട് പറയും, ഞാനെങ്ങനെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന കാണും, ഞാൻ കുഞ്ഞുങ്ങളെ ചോദിച്ചു വാങ്ങിച്ചതാണ്. ഒരാണിനെയും ചോദിച്ചപ്പോൾ കർത്താവ് എനിക്ക് ആണിനെ തന്ന്. പിന്നെ ഞാനൊരു പെണ്ണിനെ ചോദിച്ച്, കർത്താവ് എനിക്ക് പെണ്ണിനെ തന്ന്. ഞാനെങ്ങനെ അവരെ കൊന്നിട്ട് ഞാനെങ്ങനെ അത് കണ്ടിട്ട് മരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവൾ സങ്കടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അതിനുശേഷം ഡോക്ടർ ഇവളുടെ അമ്മയോട് പറയും, ഉറക്കമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾ അമ്മയുടെ കൂടെ കുറച്ച് നേരം നിർത്ത്. ഇപ്പം ബന്ധു വീട്ടിലല്ലേ, അപ്പം മരണ വീടല്ലേ, അപ്പം അമ്മയുടെ കൂടെ കുറച്ച് നാൾ നിന്ന് കഴിയുമ്പോൾ ഒരുവിധം ഓക്കെ ആകുമെന്ന് പറഞ്ഞ്. ഉറക്കം ഉണ്ടല്ല, ഉറക്കം ഇല്ല ശരിക്കും പറഞ്ഞ് ഇവക്ക്. പക്ഷേ ഇവക്ക് ഉറക്കം ഇല്ലെന്ന് പറഞ്ഞാൽ ഡോക്ടർ ഉറക്ക ഗുളിക എഴുതും. ഉറക്ക ഗുളിക കിട്ടിക്കഴിഞ്ഞാൽ അത് കഴിച്ച് മരിക്കുക. അത് ദൈവത്തിന് അറിയാവുന്ന കാരണം അമ്മയെക്കൊണ്ട് ചാടിക്കരി പറയിപ്പിച്ച് ഉറക്കമുണ്ടെന്ന് പറയിപ്പിച്ചു. അതാണ് നോക്കിയാൽ ദൈവം എങ്ങനെ ഒരു വ്യക്തിയെ പരിപാലിക്കണമെന്ന് നോക്കിയേ. അത് പരിപാലനം തീരണില്ല, രസമാണ്. എന്നിട്ട് ഇതിങ്ങനെ പോയിട്ട് ഇവളെ വീട്ടിൽ വരും, അമ്മയുടെ കൂടെ നിൽക്കും, പിന്നെ വീട്ടുകാരൊക്കെ വരും. ഇവളുടെ അവസ്ഥ കണ്ടിട്ട് ഇവളെ കടുങ്ങുകയും ചെയ്യരുതല്ല. അപ്പം അങ്ങനെയൊക്കെ നടന്ന അവസാനം 41 ആവും. 41 ദിവസം ആകുമ്പോൾ ഇവൾ ഭർത്താവിൻ്റെ വീട്ടിൽ പോവും. ആ 41 കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയന്തരവും അതുപോലെ തന്നെ അതിൻ്റെ സ്നേഹവിരുന്നൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് പോകും. ഇവിടെയാണ് സീൻ കോന്തറയാകണത്. ഇത് വല്ലാത്ത
അടുത്ത ഒരു സീനാണിത്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇവളോട് യാത്ര പറഞ്ഞ് ഇങ്ങനെ പിരിയും. പിരിഞ്ഞ് പോകുമ്പോൾ പൊട്ടാതെ അവൾ നിൽക്കും. ഒരു മൂകമായ വേദനയുടെ പുഞ്ചിരിയൊക്കെ നിർത്തി അവൾ പറയണ അവസാനം എൻ്റെ അമ്മയും വന്ന് എന്നോട് യാത്ര പറഞ്ഞു, അമ്മയും പോയി എന്ന്. ഞാൻ പിന്നെ ഒറ്റക്കായി. അപ്പോഴീ ഡിപ്രഷൻ തിരിച്ചു വന്നെന്ന്. അതാണ്, അപ്പോൾ ഈ ഡിപ്രഷൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ പോയി ആ പ്രിസ്ക്രിപ്ഷൻ നോക്കിയായിരുന്നു. ഡോക്ടറിൻ്റെ ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചായിരുന്നു ഞാൻ ഉറക്ക ഗുളിക എഴുതിയിട്ടുണ്ടായിരുന്നെന്ന്. ഇവളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഡോക്ടർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഡോക്ടറിന് അറിയാമായിരുന്നു ഇവർക്ക് ഉറക്കമില്ലെന്നുള്ളത്. അമ്മ ചാടി പറഞ്ഞെങ്കിലും ഡോക്ടറിന് ഇവളെ കണ്ടപ്പോൾ മനസ്സിലായി ഇവർക്ക് ഉറക്കമില്ലെന്ന്. അയാളെ ഉറക്ക ഗുളികൻ്റെ അങ്ങനെ ഉറക്ക ഗുളിക എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ അകത്ത്. അത് പിന്നീട് കുറക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, അയ്യോ അപ്പോൾ ഇനി ഉറക്ക ഗുളിക ഇനിയിപ്പോൾ വേണ്ടി വരത്തില്ലായിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കളഞ്ഞു. അപ്പോൾ പക്ഷേ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുപിടിച്ചവൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും അവൾ കഴിക്കാനും വേണ്ടി ഉറക്ക ഗുളിക പ്രിസ്ക്രിപ്ഷൻ എടുത്ത് ഇവളെ എടുത്ത് തലയുടെ താഴെ വെച്ച് രാവിലെ എടുത്തുകൊണ്ട് പോയി ഉറക്ക ഗുളിക മേടിക്കാൻ വേണ്ടി, കൂട്ടത്തോടെ മേടിക്കാൻ വേണ്ടി. അപ്പോൾ വാതിലെ മുട്ടി ഒരാൾ. അപ്പോഴൊരു ചേടുത്തി, ഒരു പരിചയമില്ലാത്ത ചേടുത്തി. അവളെന്താ ചെയ്തിരിക്കുന്നറിയാവ? അവൾ വന്ന ഉടനെ ഉടമ്പടി തൈലമെടുത്ത് ഇവിടെ നെറ്റിക്ക് പൂശി. എന്നിട്ട് ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഇവിടെ മുറി മുഴുവൻ തൂളി. പരിചയമില്ലാത്ത ചേടുത്ത വിചാരിക്കണേ. എന്നിട്ട് കൃപാസനം പത്രമെടുത്ത് കൊടുത്തു. മകളെ, ഈ സ്ഥലത്ത് പോയാൽ മതി, നീ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ദൈവം, ഈ കൃപാസനം പത്രത്വമാണ് ഏറ്റവും കൂടുതൽ ലോകം മുഴുവൻ നമ്മളെ ആക്രമിച്ചത്, അല്ലേ? പിശാച് ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് കൃപാസനത്തിന് ഇരുട്ട് നിർത്തിയത് ഈ കൃപാസനം പത്രം. അതൊക്കെ അപ്പോഴും ഞങ്ങൾ കുറച്ച് പേര് ഇതിനോട് ഏറ്റവും അടുത്ത് നിൽക്കണ 1-2 പേര് പറഞ്ഞിരുന്നു, എന്ത് ആക്രമണം ഉണ്ടെങ്കിലും കൃപാസനം പത്രത്തിൽ ദൈവത്തിൻ്റെ ജീവനുള്ളത് കൊണ്ടാണ് ഇത്രയും ആക്രമണം വരണത്. ഇതുവഴി ജനത വീണ്ടെടുക്കും, ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഇത്, അതുകൊണ്ടാണ് ഇത്രയും ആക്രമണം കൃപാസനം പത്രത്തിൽ വരണം. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പിൻവലിക്കാൻ തയ്യാറായില്ല. ഞാൻ അപ്പോളജി അന്ന് 5-6 കൊല്ലം മുമ്പ് പറഞ്ഞെങ്കിലും പത്രത്തെ ഞാൻ ഒരിക്കലും താത്തിക്കിട്ടിയില്ല. ആൾക്കാർ പറയണമെന്ന് ഞാൻ ഏറ്റെടുത്തില്ല. എന്താ കാര്യം? പത്രത്തിലൂടെ ഇന്നും ദൈവം ജനങ്ങളെ കണ്ടുമുട്ടുകയും അവരെ സ്പർശിക്കുകയും ശക്തിപ്പെടുത്തുകയും കർത്താവ് കൈമാറുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പോഴേ ഈ പത്രം കിട്ടിക്കഴിയുമ്പോൾ ഈ പത്രം വായിച്ചുകൊണ്ട് ഇവിടെ വരും. ഇവിടെ വന്ന് ആ ഉടമ്പടിയെല്ലാം ചെയ്ത്, ഉടമ്പടി ചെയ്യുമ്പോൾ എത്ര കാര്യങ്ങളാണെന്നറിയാമോ? പാവത്തിന് ഇനി ഒന്നേം തുടങ്ങണം ജീവിതം. ഒന്നേം തുടങ്ങണം. എന്തൊക്കെയാണ് തുടങ്ങേണ്ടത്? ഒന്നാമത്തെ കാര്യം, അവൾക്ക് ശ്രുതികട മക്കളെ സംസാരിക്കുന്ന നന്ദി പറയുന്നു. സഞ്ചാരി മാതാവേ, നീ സന്ദർശിച്ച് വേദനിക്കുന്ന മക്കളെ തൊടുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. അതായത് സ്വന്തമായിട്ട് ഒരു വീട് വേണം, അതില്ല. അത് ഉടമ്പടിയിൽ എഴുതി. ഇപ്പം വീടൊക്കെ എഴുതുന്നത് നമ്മുടെ ഉടമ്പടി എന്തിനുള്ളതാണ്? നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. ഞാനെപ്പോഴും സംസാരിക്കണത് എല്ലാവരുടെയും കയ്യിലിരിക്കണത് പലതും സിൽവർ ഗ്രേ പേപ്പറാണ്. അപ്പം ആ കാലമൊക്കെ പിന്നിട്ടത് കൊണ്ടാണ് ഞാൻ പിന്നീട് അതൊക്കെ മാറ്റി സംസാരിക്കണത്. പക്ഷേ ഇന്ന് ഉടമ്പടിയിൽ ദൈവം അഡ്രസ്സ് ചെയ്യണത് എന്താണ്? ഈ നിത്യതയും കൃപാജീവിതവും അതിൻ്റെ ഒപ്പം തന്നെ അടിസ്ഥാന ജീവിതവുമാണ്. അടിസ്ഥാന ജീവിതത്തിൽ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? എന്താണ്? എനിക്ക് സ്വന്തമായി വീടില്ല എന്ന് പറയും. പിന്നെന്താ പറയണത്? എൻ്റെ മകന് ഓട്ടിസമാണ്. മൂന്നാമത്തത് എന്താണ്? എൻ്റെ മകള് സംസാരിക്കുന്നില്ല.
പിന്നെന്താണ്? നാലാമത്തെ എന്താണ്? എനിക്കൊരു വരുമാനമില്ല. കണ്ട. അഞ്ചാമത്തെ എന്താണ്? എനിക്ക് കടങ്ങളാണ്. അതന്നെയാ എഴുതണം. അതേ പറയാനുള്ളത്. ശ്രുതികട ഹല്ലേലൂയ, 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 മഹത്വം, ഞാൻ അപ്പോഴേക്കും ഇങ്ങനെ പ്രാർത്ഥിക്കും, മാതാവേ ഞാൻ ഭയക്കണ പോലെ ഒന്നും സംഭവിക്കല്ലേ. അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്കിപ്പോൾ ഞാൻ കൂടുതലായിട്ട് ദൈവത്തിനോടും മാതാവിനോടും അടുത്ത് തുടങ്ങി എന്നുള്ളൊരു തോന്നലെനിക്ക് വന്നു തുടങ്ങി. അപ്പോൾ ഇപ്പോൾ എന്ത് വന്നാലും ഞാനിപ്പോൾ ടെൻഷൻ വരുന്നത് വെച്ചാൽ നമുക്ക് നടക്കാൻ പോണ കാര്യങ്ങളെ പറ്റി എന്താവും എന്നുള്ള ടെൻഷനാണല്ലോ. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും അങ്ങനെ ചിന്തകൾ വരുമ്പോഴേക്കും ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, മാതാവ് എനിക്കുള്ളതാണെന്നുണ്ടെങ്കിൽ അത് തരും. അതേസമയം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിലും എനിക്ക് നല്ലതിനാണെന്നുണ്ടെങ്കിലും മാതാവ് എനിക്കത് ചെയ്തു തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് ടെൻഷനോ കാര്യങ്ങളോ ഇപ്പോൾ വളരെയേറെ കുറവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറവെന്നല്ല, അത് ഫുള്ളായിട്ട് മാറി എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പം ഞാൻ അയർലൻഡിലേക്കുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോഴും കോളേജിലേക്കുള്ള അഡ്മിഷൻ എടുത്തപ്പോഴേക്കുമെല്ലാം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരൊറ്റ വാക്യമുണ്ട്, ദൈവമേ മാതാവ് എനിക്ക് നല്ലതിനാണെന്നുണ്ടെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിലും നീ ഇത് തന്ന് അനുഗ്രഹിക്കണം. നീ തുറന്നു തരുന്ന വഴിയിലൂടെ നടന്ന് പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് വിജയത്തിൽ എന്നെ എത്തിച്ചു തരണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇതിപ്പോൾ അയർലൻഡിലേക്കുള്ള വിസ തന്നപ്പോൾ കോഴ്സ് കുറച്ച് ടഫാണ്. ഞാൻ ബിടെക്കിന് ചെയ്ത ഇലക്ട്രോണിക്സിൻ്റെ തന്നെ ഒരു മാസ്റ്റേഴ്സാണ്. അപ്പോൾ അതിനെപ്പറ്റി ഓർത്ത് എനിക്ക് ടെൻഷൻ വരുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഈ കോഴ്സിനെ പറ്റി ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു ഇൻഡക്ഷൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വന്ന് അപ്പോൾ തന്നെ ഞാൻ പള്ളിയിൽ നേരെ പോയി മാതാവിൻ്റെ അടുത്ത് നിന്ന് 10 മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ച്. അതിനുശേഷം എനിക്ക് ഒരു ടെൻഷൻ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതേസമയം അതിനോടുള്ളൊരു പേടിയും മാറി. അപ്പോൾ ഇപ്പോൾ എന്തു വന്നാലും ഞാൻ ഇതിലൂടെ കടന്നുപോയി എന്തായാലും വിജയത്തിലെത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം മാതാവ് എന്നെ കൈവിടില്ല എന്നുള്ളൊരു ധൈര്യം എനിക്കിപ്പോൾ ഉണ്ട്. അതാണ് എനിക്ക് ആത്മീയമായിട്ട് ഇവിടെ വന്നതിന് ശേഷമുണ്ടായ മാറ്റങ്ങൾ, അനുഗ്രഹങ്ങളും. പേര് നീതു. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എന്നേടിപുരം ഇടവകയിലെ അംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ജനുവരി 7-ാം തീയതിയാണ്. ഞാൻ ചെറുപ്പം തൊട്ട് കൃത്യമായി പറഞ്ഞാൽ ഒരു 6-ാം ക്ലാസ് തുടങ്ങിയൊക്കെ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ഈശോയും മാതാവൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധത്തിലാണെന്ന് വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ്. പക്ഷേ കൃപാസനം പത്രമെന്നോ കൃപാസനത്തിലെ സാക്ഷ്യങ്ങളോ ഒക്കെ എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ അയച്ചു വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഞാനൊരു സാക്ഷ്യം പോലും കേൾക്കുകയോ പത്രം തുറന്ന് വായിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു ധാരണയെന്ന് പറയുന്നത് കൃപാസനമെന്ന് പറയുന്നത് അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ആൾക്കാർ ഓടിപ്പോയി അല്ലെങ്കിൽ കാര്യം കാണാൻ വേണ്ടിയിട്ട് ഓടിച്ചെല്ലുന്ന ഒരു സ്ഥലമായിട്ടായിരുന്നു എൻ്റെ ഒരു തെറ്റിദ്ധാരണ. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനോ അറിയാനോ ഒന്നും ഞാൻ ആ കാലഘട്ടത്തിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് 2022 എൻ്റെ ഹസ്ബൻഡും ട്രെയിനിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഫേം നടത്തുകയാണ് എടപ്പള്ളിയിൽ. അപ്പം അദ്ദേഹത്തിന് UK പോകാനായിട്ടൊരു പ്രോജക്റ്റ് കിട്ടുകയും ആൾ പോകാൻ റെഡിയാവുകയും ആ സമയത്ത് പല്ലിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഈ അണ്ണാക്കിലായിട്ട് ചെറിയൊരു തടിപ്പ് കാണുകയും ഡോക്ടർ അത് കുത്തിയെടുക്കാൻ ശ്രമിച്ചു. അപ്പം അത് പറ്റുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു CT എടുത്തപ്പോൾ MRI എടുക്കാൻ പറഞ്ഞു. MRI എടുത്തപ്പോൾ അത് ബയോപ്സിക്ക് അയക്കാൻ പറഞ്ഞു. അങ്ങനെ ബയോപ്സിക്ക് അയച്ചപ്പോഴാണ് വർഷങ്ങളായിട്ട് നമ്മുടെ ഈ അണ്ണാക്കിലായിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ തടുപ്പ് അത് ക്യാൻസറായിട്ട് ഡെവലപ്പ് ചെയ്തിരുന്നു എന്ന് അറിയുന്നത്. അപ്പോൾ ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പം അതൊരു ക്യാൻസറാണെന്ന് ഡോക്ടർ ഡയഗ്നോസ് ചെയ്തു. ആ സമയത്ത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊട്ട് പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയായിരുന്നു. എങ്കിൽ പോലും ഇപ്പോഴും എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് ആ ഒരു അത്രയും വലിയൊരു വാർത്തയിൽ വളരെ പോസിറ്റീവ് ഇൻ ദ സെൻസ് ഒരു വിശ്വാസത്തോടെ തന്നെ അതിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ് സത്യം. അതായത് ദൈവം അങ്ങനെയൊന്നും വരത്തില്ല അല്ലെങ്കിൽ അങ്ങനെ ക്യാൻസർ ആവില്ല എന്നുള്ളൊരു വിശ്വാസം എങ്ങനെയോ എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കരയുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്തില്ല. നമ്മൾ ഏറ്റവും അടുത്ത് തന്നെ RCCയിൽ നമ്മുടെ ഒരു സുഹൃത്തുള്ളത് കൊണ്ട് തന്നെ ഡോക്ടർ പെട്ടെന്ന് ഡേറ്റ് എടുത്തു തന്നു. RCCയിൽ നമുക്ക് സർജറിക്ക് ഡേറ്റ് കിട്ടി. അങ്ങനെ പോകാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ ഹസ്ബൻഡും കൂടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ സർജറി ചെയ്യും, അത് ഹീലായി കഴിയുമ്പം നമ്മൾ റേഡിയേഷൻ ചെയ്യും, 30 റേഡിയേഷൻ ചെയ്യണം. കാരണം ഇത് അണ്ണാക്കിലായതുകൊണ്ട് തന്നെ
അത് ഹീലാവാൻ സമയമെടുക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറച്ച് കംഫർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതങ്ങനെ പോയി. ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി. ഞങ്ങൾ എറണാകുളത്തായതുകൊണ്ട് തന്നെ എപ്പോഴും പോകാറുള്ളത് വല്ലാർപാടം പള്ളിയിലും കലൂർ പള്ളിയിലൊക്കെയാണ്. പോയി കുമ്പസാരിച്ചു, സ്പിരിച്വൽ ഡയറക്ടറിൻ്റെ ഒക്കെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ വന്നു. ആ സമയത്താണ് എൻ്റെ മനസ്സിൽ പോകുന്നതിന് മുമ്പ് കൃപാസനത്തിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു നിനക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ RCCയിലേക്ക് പോകുന്ന വഴി രാത്രിയിലാണ് ഇവിടെ വന്ന് കയറി വെറുതെ കുറച്ച് നേരം നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാണ്. ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് അങ്ങോട്ടുള്ള ഒരു യാത്രയെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 2022 കാലഘട്ടത്തിലെ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ടൈമായിരുന്നു RCCയിലെ ഒരു സമയം എന്ന് പറയുന്നത്. അത് ഹീലിംഗ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലൊന്നുമല്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ തൊട്ട് എല്ലാ കാര്യങ്ങളിലും നമ്മളെ സഹായിക്കാനും സ്നേഹിക്കാനും എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇങ്ങനെ നല്ലൊരു വാർത്ത കേൾക്കും എന്നുള്ള പ്രതീക്ഷയിലിരുന്നു. സർജറി നടന്ന് സർജറിയുടെ ഇടയ്ക്ക് തന്നെ ഡോക്ടർ വന്ന്, വേറൊരു ഫ്രണ്ട് ഡോക്ടർ സർജറി കാണാൻ വേണ്ടി കയറി. ആൾ വന്ന് പറഞ്ഞു ഇത് ക്യാൻസർ അല്ല, ഇത് നോർമൽ ട്യൂമറാണെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മളിങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും നമ്മുടെ ഫ്രണ്ട് ഡോക്ടർ റേഡിയോളജിസ്റ്റ് വിട്ടില്ല. ഡോക്ടർ പറഞ്ഞു അതിൽ ഞാൻ ആ ഒരു റിപ്പോർട്ടിൽ വിശ്വസിക്കില്ല, ഇത് നമുക്ക് റേഡിയേഷൻ ചെയ്യണം, എന്താണെങ്കിലും റേഡിയേഷൻ ചെയ്യുമ്പം കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. ആൾ ട്രെയിനിങ് ഫീൽഡാണ്, സംസാരമാണ് ആളുടെ ജോലി. പക്ഷേ ഡോക്ടർ പറഞ്ഞു നമുക്ക് സംസാരത്തിൽ ബുദ്ധിമുട്ട് വരും, അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് മിക്കവാറും മുഖത്തുനിന്ന് എടുത്തിട്ടായിരിക്കും ഈ അണ്ണാക്കിൽ തൊലി പിടിപ്പിക്കുക. അപ്പം എന്താണെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും, അതൊക്കെ നമ്മൾ തയ്യാറെടുത്തോണം, മാനസികമായി റെഡി ആയിക്കോണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കൗൺസിൽ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ, ഗ്രാഫ്റ്റ് ചെയ്തത് ഈ തൈസിലെ തൊലിയെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്തു. സംസാരിക്കാനൊന്നും ബുദ്ധിമുട്ട് വന്നില്ല. 3 വട്ടം ഡോക്ടർ ബയോപ്സിക്ക് അയച്ചു റിസൾട്ടിന് വേണ്ടി. ആ സമയത്ത് റിസൾട്ട് വന്നത് നോർമൽ ട്യൂമർ എന്നാണ്. അപ്പോൾ അതോടുകൂടി ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ് അവിടെ തീർന്നു. പക്ഷേ ഞാനപ്പം നേർന്നിരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം, റേഡിയേഷൻ ഒഴിവാക്കി ക്യാൻസർ പേഷ്യൻ്റ് അല്ല എന്ന് വന്നാൽ ഉടമ്പടി എടുക്കാമെന്നുള്ളൊരു നേർച്ചയുടെ ഫലമായിട്ട് 2023 ജനുവരി 7-ാം തീയതി വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. 10 ദിവസത്തിന് ശേഷം ആൾ UK പോവുകയും ചെയ്തു. ഞാനും കുട്ടികളും നാട്ടിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു, അങ്ങനെ ജീവിക്കുകയായിരുന്നു. ആ സമയത്ത് ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു. 9 വർഷമായിട്ട് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, എനിക്ക് വണ്ടി ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര വണ്ടി ഓടിക്കാൻ പേടിയാണ്. പല പ്രാവശ്യം ഹസ്ബൻഡും എല്ലാവരും ട്രൈ ചെയ്തിട്ടും ഒരിക്കലും എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റിയിട്ടില്ല. ഒരു പേടി മാറ്റാനായിരുന്നു ഞാനൊരു ശരിക്കും പറഞ്ഞൊരു നിയോഗം വെച്ചിരുന്നത്. ഇവിടുന്ന് ചെന്ന് ഉടമ്പടി കാശ് രൂപമൊക്കെ ഇട്ട് ഞാൻ ആ ഉടമ്പടി നമ്മുടെ ഉപ്പൊക്കെ എടുത്ത് ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി വണ്ടിയിൽ വെച്ച്, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, അന്ന് തൊട്ടെങ്കിൽ ഞാൻ വണ്ടി ഓടിച്ചു തുടങ്ങി. കാരണം ഞാനും പിള്ളേരും തന്നെയായിരുന്നു സാഹചര്യത്തിൽ വണ്ടി ഓടിക്കുക എന്നുള്ളതൊരു ആവശ്യമായിരുന്നു. അത് ഉറപ്പായിട്ടും 9 വർഷമായിട്ട് നടക്കാതിരുന്ന കാര്യം നടന്നത് എനിക്കറിയാം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈ ഒരു ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷമാണെന്നാണ് എൻ്റെ വിശ്വാസം. ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞ് എൻ്റെ കൊച്ച് 5 വയസ്സുള്ള കുട്ടി, അവൻ ഒരു ദിവസം രാത്രിയിൽ പനി കൂടിയതാണോ എന്താണെന്നറിയില്ല, ഒരു ഫിക്സ് ആണോ അബോധാവസ്ഥയിലേക്ക് പോവുകയാണോ എന്നൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം. അവൻ അൺകോൺഷ്യസ് ആയി തുടങ്ങി. വെറുതെ ഞാൻ ഇങ്ങനെ അടുത്തിരുന്ന് നോക്കിയപ്പോഴാണ് അവൻ്റെ കൈയും കാലും ഒക്കെ ഇങ്ങനെ കോച്ചി പിടിക്കുന്നു, കണ്ണടഞ്ഞു പോകുന്നു. ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. സമയം ഒരു 12 മണി ആ ഒരു സമയമായി. പെട്ടെന്ന് എനിക്ക് തോന്നി നമ്മുടെ ഉടമ്പടി തൈലമെടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ച് മേത്തെല്ലാം കുരിശ് വരച്ച് വേഗം പ്രാർത്ഥിച്ച് ഞങ്ങൾ വണ്ടിയിൽ 5 മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ശരിക്കും ഡോക്ടർ വിചാരിച്ചത് കുട്ടി മരിച്ചു എന്നാണ്. കാരണം അത്രമാത്രം ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അവിടെ ചെല്ലുന്നത്. സിസ്റ്റേഴ്സിൻ്റെ ഹോസ്പിറ്റലാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിച്ചോ, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. ഉടമ്പടി തൈലമെടുത്ത് മേത്ത് തൂത്തു. സിസ്റ്റർ വേറെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ICUവിലാക്കണം, തൽക്കാലം ICU കിടന്നിട്ട് നമുക്ക് രാജഗിരിയിലോ വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. ഒരു 15 മിനിറ്റാണ് ശരിക്കും പറഞ്ഞാൽ ICUവിൽ കിടന്നുള്ളൂ. ആ ഒരു സമയം കൊണ്ട് തന്നെ അവന് ഹീലിംഗ് കിട്ടി എന്നുള്ളതാണ് സത്യം. സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും ഒക്കെ പറയും. അപ്പോൾ സിസ്റ്റർ ആയതുകൊണ്ട് തന്നെ സിസ്റ്റർ പറഞ്ഞത് വേറൊന്നുമല്ല, പ്രാർത്ഥനയുടെ റിസൾട്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് ICUവിൽ നിന്ന് 15 മിനിറ്റിന് ശേഷം റൂമിലേക്ക് മാറ്റി. അത് കഴിഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ഹീലായി. കുറച്ച് ദിവസം ആൻറ്റിബയോട്ടിക്സ് എടുത്തു, എങ്കിൽ പോലും ഹീലായി അവൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അതുപോലെ തന്നെ റീസെൻ്റ്ലി ഫാദറിനിലോ അച്ചാച്ചൻ നടക്കാൻ പോയ സമയത്ത് റോഡിൽ വീണിട്ട് ആൾ അറ്റാക്കൊക്കെ വന്നിട്ടുള്ള ആളാണ്. റോഡിൽ വീണതിന് ശേഷം ആൾ വീട്ടിൽ തിരിച്ചെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആൾ ഇതുപോലെ തന്നെ കണ്ണ് ഇങ്ങനെ മെള്ളിക്ക് പോയി അൺകോൺഷ്യസ് ആവുന്നു. ഭയങ്കരമായിട്ട് വീട്ടിലുള്ളവരെല്ലാം കരയുന്നു. അപ്പം ഞാനും പിള്ളേരും മാത്രമേ വീട്ടിലുള്ളൂ.
ആളത്ര വിശ്വാസിയൊന്നുമല്ല. പക്ഷെ പെട്ടെന്ന് എനിക്ക് തോന്നിയത് തൊട്ടടുത്തിരുന്ന് നമ്മുടെ ഉടമ്പടി തൈലമെടുത്ത് നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തീർന്നില്ല. അതിനു മുമ്പ് ആൾ പെട്ടെന്ന് കണ്ണ് തുറന്ന് സംസാരിച്ചു തുടങ്ങി. എങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. CT MRIയും അതുപോലെ തന്നെ എക്കോയും ECG എല്ലാ ടെസ്റ്റുകളും ചെയ്തു. അപ്പോഴെല്ലാം ആൾ നോർമലാണെന്ന് പറഞ്ഞു. 1 മണിക്കൂറിന് ശേഷം ആൾ വീട്ടിൽ വന്നു. തീർച്ചയായിട്ടും ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നത് ഈശോയുടെയും മാതാവിൻ്റെയും ഒരു പ്രൊട്ടക്ഷനും ഉടമ്പടിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു ദൈവാനുഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് തന്നെയാണ്.